ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷമായ പവിത്രത്തിൻ്റെ വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ വേദിയെ എടുത്തുകൊണ്ട് വിക്രം നേരെ റൂമിലേക്ക് പോവാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് കട്ടിലേക്ക് കൊണ്ടുപോയി മറ്റേ ചാക്കുകൊട്ടിടുന്നത് പോലെ പഠവും ഇട്ടു കേട്ടോ. അപ്പോൾ വേദ അയ്യോ അമ്മേ എൻ്റെ കാലൊടിച്ചേ എന്ന് പറഞ്ഞ് ഒച്ചയ്ക്ക് നിലവിളിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ രാധയും കമലയും അതുപോലെ തന്നെ ശ്രീജയും അവിടെ വന്നിട്ട് എന്താ മോളെ എന്ത് പറ്റി എന്ന് ചോദിച്ചുകൊണ്ട് ഇവരിങ്ങോട്ടേക്ക് ഓടി വരികയാണ് കേട്ടോ. എന്താടാ എന്താ പറ്റിയത്? ഞാനിവിടെ കൊണ്ടിട്ടോ ദേ അമ്മേ, ഞാൻ വീണ് എൻ്റെ കാലിന് ഭയങ്കര വേദനയായിരുന്നു അമ്മേ. എന്നിട്ട് നീ എന്താടാ ചെയ്തത് അവളെ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇവർ കയറി വരുന്നത് തന്നെ. ദേ നോക്കമ്മേ, ഇപ്പോൾ ഇത് എന്നെ ചാക്കുകെട്ട് കൊണ്ടിടുന്നത് പോലെ എന്നെ ഇവിടെ ഇട്ടത്. എൻ്റെ കാല് കട്ടിലിൽ തട്ടി ഒടിഞ്ഞെന്നാ തോന്നുന്നത്. നീ ഒരു മനുഷ്യനാണോടാ? ഒരു പാവം കുട്ടിയുടെ കാല് തല്ലി എടുക്കാൻ നോക്കിയിട്ട് നിനക്ക് മതിയായില്ലേ? വേദ ഒരു പാവമായതുകൊണ്ടല്ലേ വിക്രം നീ ചെയ്യുന്നത്? അല്ലെങ്കിൽ കാല് വയ്യ എന്നിട്ടാണോ നീ അതിനോട് ഇങ്ങനെ ചെയ്ത്? ഇവനങ്ങനെ മറ്റുള്ളവരുടെ വേദന അറിയോ? തല്ലിയും കുത്തിയല്ലേ ശീലമുള്ളൂ. ദുഷ്ടൻ. ഒരു പാവം പെൺകുട്ടി ഇതിനെ ഇങ്ങനെ നരകിപ്പിക്കുന്നതും പോരാ, കാല് തല്ലി ഒടിക്കാനും നീ നോക്കുന്നോ? ശരിയാ, കണ്ണിച്ചോരിയില്ലാത്തവൻ തന്നെയാ. എൻ്റെ ശ്രീചേടത്തി, നിന്നെ എന്താ ചെയ്യേണ്ടതെന്നറിയോ? നല്ല തല്ല് കൊടുക്കണം അമ്മേ എന്ന് പറഞ്ഞു. ഒന്നും നോക്കിയില്ല, ഇവർ കുഴിച്ച് പിടിച്ച് നമ്മുടെ വിക്രത്തിനിട്ട് അടിയോടടി. എടീ കൊല്ലല്ലേ എന്ന് പറയടി, നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് പറഞ്ഞ വേദയും അയ്യോ തല്ലല്ലേ. പക്ഷേ വേദയും അതിനിടയ്ക്ക് നൈസായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുവാണ്. അപ്പോഴാണ് ഹലോ എന്ന് വേദയുടെ വിളി. എന്താ ഇങ്ങനെ താങ്ങി പിടിച്ച് നിൽക്കുന്നത്? എന്തിനാ? എന്നെ ഒന്ന് നേർച്ച വല്ലതുണ്ടോ? കിടത്തിക്കൂടെ എന്ന് ചോദിച്ചു. അതെ, വേഗം കിടത്തിക്കോ, പതിയെ കിടത്തണേ. പതുക്കെ വെക്കാം എന്ന് പറഞ്ഞ് വിക്രം വെക്കുകയാണ്. സത്യത്തിൽ വിക്രം ഇവളെ കൊണ്ടിട്ടാലുള്ള ഭവിഷ്യത്ത് സ്വപ്നം കണ്ടു നിന്നതാണ് കേട്ടോ. ഇനി അച്ഛൻ്റെ പൊട്ടൻ ചൊക്കാതെ തൈലം എടുത്തോണ്ട് വന്ന് കാല് മസാജ് ചെയ്ത് തരാൻ വല്ല പ്ലാനും ഉണ്ടോ? നീ കൂടുതൽ അഡ്വാൻറ്റേജ് എടുക്കാൻ നോക്കല്ലേ കേട്ടോ, പറഞ്ഞില്ലാന്ന് വേണ്ട. എന്തൊരു വേദനയാ എൻ്റെ ഈശ്വരാ. അപ്പോൾ വിക്രം മുണ്ടൊക്കെ കൊടുത്ത് അങ്ങ് പോവാണ്. പിന്നെ കാണുന്നത് രാധേനെയാണ്. അപ്പോൾ രാധ നേരെ നമ്മുടെ ദർശൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ആൾക്ക് സത്യം അറിയണമല്ലോ, അതിനു വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പം സർ, രാധയല്ലേ? മനസ്സിലായി, മുമ്പേ കോടതി വെച്ച് കണ്ടിട്ടുണ്ട്. സാർ എന്തിനാ മുഴുവൻ ആ പണമായിട്ട് അടച്ചത്? ഞാൻ പണം അടച്ചു എന്ന് ആര് പറഞ്ഞു? സാർ പിന്നെ അത് തന്നെ ഒരാൾ സഹായിച്ചതെന്ന് കൂട്ടിക്കോ. പിന്നെ താൻ ആ പൈസ തിരിച്ചു തന്നെ തരണം. താൻ ഓട്ടോ ഓടിച്ച ആ പൈസ കിട്ടുന്ന പൈസ സൂക്ഷിച്ച് വെക്കണം കേട്ടോ, എന്നിട്ട് ആ കടം വീട്ടണം. അല്ല സാർ, ആരാണ് എനിക്ക് കൊടുത്തത് എന്നറിഞ്ഞാൽ കൊള്ളായിരുന്നു. അത് അയാൾക്ക് പറയാൻ താല്പര്യമില്ലെങ്കിലോ? എങ്കിലും എനിക്ക് താല്പര്യമുണ്ട് സാർ. പക്ഷേങ്കിൽ രാധ അത് കൊടുക്കുന്ന സമയത്ത് പണമായി കഴിയുമ്പം അറിയിച്ചാൽ മതി. ക്യാഷ് എത്രയും വേഗം ഉണ്ടാക്കാൻ നോക്കിക്കോളൂ എന്നുകൂടി പറഞ്ഞു കേട്ടോ. അപ്പോൾ ദർശൻ പറഞ്ഞു പിന്നെ പലിശ വേണ്ട കേട്ടോ എന്ന് പറയുകയും ചെയ്തു. മുതൽ മാത്രം തിരിച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഇതാരാണെന്ന് ഈ കുട്ടിക്ക് മനസ്സിലായില്ല കേട്ടോ. അപ്പോൾ രാധ ഒരു താങ്ക്സ് ഒക്കെ പറഞ്ഞ് ദർശൻ്റെ അടുത്ത് നിന്ന് നേരെ പോവാണ്. ദർശൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ പോകുന്ന സമയത്താണ് നന്ദിനിയുടെ വിളി. നന്ദിനി ഇതൊന്ന് സ്വന്തമായിട്ട് പിച്ചും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നാണമായിട്ട് പാടില്ല. കയറി വന്നപ്പോൾ എല്ലാവരുടെയും മുൻപിൽ അവൻ അവളെ എടുത്തുകൊണ്ട് നിൽക്കുക. അച്ഛനെ കണ്ടിട്ടാണെങ്കിൽ അവന് ഒരു കൂസലുമില്ല, അവക്കുമില്ല, തൂങ്ങിക്കിടക്കുന്നു. ഇതാ രാധയെങ്ങാണ് അറിഞ്ഞ? അല്ല, അറിയിക്കുമല്ലേ അപ്പം ചെയ്യേണ്ടത്? വേഗം ഫോൺ എടുത്ത് നേരെ രാധയെ വിളിക്കുകയാണ്. ഹലോ ഏട്ടത്തി, നീ എവിടെയാ? ഓട്ടോയുടെ കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. ഞാൻ ഓട്ടത്തിലാ. എങ്ങോട്ടെങ്കിലും പോകണോ? എനിക്ക് വേണ്ട, പക്ഷെ നീ ശരിക്കും ഓടേണ്ടി വരും. സ്കൂളിലെ വല്ല ഓട്ടോ ശരിയായിട്ടുണ്ടോ? അത് ശരി. നീ ഇങ്ങനെ മുഴുവൻ സമയവും ജോലി സമയവും അല്ലെങ്കിൽ കാശുണ്ടാക്കുന്നതിനെക്കുറിച്ചും ഓർത്തിരുന്നോ? അവസാനം മണ്ണും ചാരി നിന്നവൾ ആണിനെയും കൊണ്ട് പോയി എന്ന് പറഞ്ഞ പോലെ ആകും. എന്താ ഏട്ടത്തി? എടി പൊട്ടി, ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് നിനക്കറിയുമോ? ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വന്ന് നിന്നോട് ഞാൻ വാണിംഗ് നിനക്ക് തന്നതാ. അവൾ വിക്രത്തിനെയും കൊണ്ടേ പോകുന്ന ഇപ്പം കണ്ടില്ലേ എന്തൊക്കെയാ? ഇനി നിനക്ക് അവരുടെ കുഞ്ഞിൻ്റെ ആൻറ്റിയായിട്ട് ജീവിതകാലം മുഴുവൻ കഴിയാം. അതെ, ആ കുട്ടി വളർന്ന് വലുതായി കഴിയുമ്പോൾ ചേർത്ത് പിടിച്ചിട്ട് എനിക്ക് പിറക്കാതെ പോയ മകളല്ലേ എന്ന് ചിലപ്പോൾ നിനക്ക് പറയാം. നന്ദിനി അടുത്ത് എന്താ പറയുന്നത്? എനിക്ക് മനസ്സിലായില്ല. എടി മണ്ടി, എൻ്റെ വീട്ടിൽ ഒരു വഴിപാടായിട്ട് കളമെഴുത്ത് പാട്ട് പൂജയുണ്ടായിരുന്നു. എല്ലാവരും പോയപ്പോൾ ഇവർ മാത്രം വന്നില്ല. കീരിയും പാമ്പും പോലെ രണ്ടും രണ്ടാടത്തും കഴിഞ്ഞോളും എന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്നാ രാവിലെ വന്ന് കതക് തുറന്നപ്പോൾ ഞങ്ങൾ എന്താ കണ്ടതെന്ന് നിനക്കറിയോ? അതെ, അപ്പം നടന്ന കാര്യങ്ങളെല്ലാം അതിന് വിശദമായി തന്നെ പറയണം. അതെ,
നീ അതാ പറഞ്ഞത്, നീ കുറച്ചു മാസം കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്കുള്ള പൗഡറും സോപ്പും ഒരു തൊട്ടിലുമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നാൽ മതി. നന്ദിനിയെടുത്തി, അതെ, എന്നെ ചാടിക്കേറിയിട്ട് ഒരു കാര്യമില്ല മോളെ, ഞാൻ കണ്ടതങ്ങ് പറഞ്ഞു എന്ന് മാത്രം. വിക്രമേട്ടന് അവളെ കാണുന്നത് ഇഷ്ടമല്ലായിരുന്നല്ലോ. എടി, ഇഷ്ടമില്ലാത്ത ആളെ കോരിയെടുത്ത് മൊത്തം കൊടുത്തിട്ടാണോ വീട്ടിൽ കൂടെ നടക്കുന്നത്? ഛേ, കഷ്ടം തന്നെ. അതെ, നീ എൻ്റെ അനിയൻ്റെ ഭാര്യയായിട്ട് ഈ വീട്ടിലേക്ക് കയറി വരുന്നത് കാത്തിരുന്നവളാണ് ഞാൻ, ഈ ചേച്ചി. ആ, ഇനിയിപ്പോൾ അതൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ലെന്നായി. നിൻ്റെ വിധി, അവളുടെ യോഗം, അല്ലാതിപ്പോൾ എന്തു പറയാനാ. ആ അതെ, ഒരു കാര്യം ഉറപ്പായി, ആണുങ്ങളുടെ മയക്കെടുക്കാൻ നിന്നേക്കാൾ മിടുക്കി അവൾ തന്നെയാണ് കേട്ടോ, ഉറപ്പ്. ഇതേപോലെ ഒറ്റ രാത്രി കൊണ്ട് ഒക്കത്ത് കയറിയിരിക്കാൻ പറ്റുന്നവളാണെങ്കിൽ ഒരു കൊല്ലം കഴിയുമ്പോൾ എന്തായിരിക്കുമെന്ന് ഞാൻ പറയേണ്ട കാര്യമുണ്ടോ നിനക്ക്? കുഞ്ഞിനെ അവൾ വളർത്തുകയും ചെയ്യും, അതിൻ്റെ ഡയപ്പർ നിന്നെ കൊണ്ട് മാറ്റിക്കുകയും ചെയ്യും. അപ്പോഴേക്കും രാധയ്ക്ക് ദേഷ്യം വന്ന് രാധ ഫോൺ അങ്ങ് കട്ട് ചെയ്തു കേട്ടോ. ഓ, അവൾ കട്ട് ചെയ്തോ എന്നോർത്ത് നന്ദിനി. ഓ, അവളോട് പറഞ്ഞപ്പോൾ എന്തോ ഒരാശ്വാസം, മനസ്സമാധാനമായി. പിന്നെ കാണുന്നത് വർക്ക്ഷോപ്പിലാണ്. അപ്പോൾ വിക്രം ഒരു ഓട്ടോറിക്ഷയൊക്കെ വിളിച്ച് അങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ്. ആൾ കയറി വന്നോണ്ടേ, എടാ നീ എവിടെയായിരുന്നു എന്ന് അനിയൻകുട്ടൻ ചോദിച്ചെങ്കിലും ഒന്നും വേണ്ടിയില്ല, നേരെ ചെന്ന് ഫോൺ എടുക്കുകയാണ്. നീ എന്താ അവിടെ നോക്കിയത്? ഇതിവിടെ ഇരുന്നത് നിങ്ങൾ ആരും കണ്ടില്ലേ? എത്ര ദിവസമായി എന്ന് ചോദിച്ചു. അതിന് നീ ഇവിടെ വെച്ചത് ഞങ്ങൾ കണ്ടില്ലല്ലോ, ബെല്ലടിച്ചിട്ടും നിങ്ങളാരും അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ്. അതെ എടാ, അതിന് ഫോൺ അടിക്കുന്നത് ഞങ്ങളൊന്ന് കേൾക്കണ്ടേ, അതുകൊണ്ടാ എന്ന് പറഞ്ഞു. അല്ല, അനിയൻകുട്ടൻ ചോദിച്ചതിന് നീ ഉത്തരം പറഞ്ഞില്ലല്ലോ. ഫോൺ പോലും എടുക്കാൻ പറ്റാതെ നീ എങ്ങോട്ട് പോയിരിക്കുകയായിരുന്നു? വീട്ടിലെന്തായാലും ആരുമില്ലാന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ ജോസഫിനെ ഇങ്ങനെ നോക്കിയിട്ട് പോട്ടെ, ആലറി വിളിച്ചിട്ടും കേൾക്കാതെ പോയിട്ട് കഴുത. എന്താ? ഒന്നുമില്ല. എന്തേ, എൻ്റെ ബൈക്കിന് ചാവി എവിടെ എന്ന് ചോദിച്ചു. അപ്പോൾ ചാവി എടുത്തുകൊണ്ട് ബൈക്ക് എടുത്ത് പോകാൻ തുടങ്ങുകയാണ്. ഡാ, നീ ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? ഞാനിപ്പോൾ വരാം. അതെ, നിന്നെ അന്വേഷിച്ചോ പുളിക്കാൻ വന്നിരുന്നു. ശ്രീനി സാറ് നിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞു. എന്തെങ്കിലും പറഞ്ഞോ? നിന്നെ ഉടനെ കാണണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ വന്ന് നോക്കിയത്. ശരി, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ വിക്രം വണ്ടിയൊക്കെ എടുത്ത് പോവാണ്. അല്ല, ഇവനിത് എന്തു പറ്റി? ഒന്നും ചോദിച്ചിട്ട് പറയുന്നില്ലല്ലോ. ചെന്ന സ്ഥലം അത്ര ശരിയല്ലെന്നാണ് തോന്നുന്നത്. മൂട് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു എന്ന് പറഞ്ഞ് അനിയൻകുട്ടനും ജോസഫും ഒക്കെ കൂടെ ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വിക്രം വണ്ടി എടുത്ത് ഇങ്ങനെ പോകുന്ന വഴിക്ക് നമ്മുടെ രാധ കൊണ്ടുപോയി വട്ടം കൊണ്ടങ്ങ് നിർത്തുകയാണ്. അപ്പോഴേക്കും വിക്രത്തിന് ദേഷ്യം വന്നു. ഇവിടെ എന്ന് ചോദിച്ചു. ഓട്ടോ പിന്നെ കടലിൽ ഓടിക്കാനുള്ളതല്ലല്ലോ, എന്നെ തടഞ്ഞു നിർത്തി എന്തിനാന്നാ ചോദിച്ചത്? ഞാൻ മരിച്ചിട്ടില്ല എന്നൊന്ന് അറിയിക്കണമെന്ന് തോന്നി. ആരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സ്വീകരിക്കാനും ഉപേക്ഷിക്കാനും കഴിയുന്ന ആളാണ് നിങ്ങളെന്ന് എനിക്കറിയില്ലായിരുന്നു. മനസ്സിലായില്ല എന്ന് നടിച്ചോളൂ, എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ഒരിക്കൽ കൂടി വേദയുമായി ബന്ധമില്ല എന്ന് എൻ്റെ മുന്നിൽ കള്ളം പറയാൻ നിൽക്കരുത്. അപ്പം ചാടി ഇറങ്ങി വിക്രം. ആരടി, കുറേ കാലമായിട്ട് ഞാൻ സഹിക്കുന്നു. എന്താ നിനക്ക് വേണ്ടത്? നിന്നോട് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാ, നീയുമായിട്ട് എനിക്ക് യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ല എന്ന്. ഉണ്ടായിരുന്നു എങ്കിൽ തന്നെ അത് കുട്ടിക്കാലത്തെ ഫ്രണ്ട്ഷിപ്പ് മാത്രമായിരുന്നു. പക്ഷേ അതിൻ്റെ പേരിൽ നീ എന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ നോക്കല്ലേ? ഞാൻ നിങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുമായിരുന്നു അല്ലേ? അപ്പോൾ അപകടത്തിൽപ്പെട്ട് ചോര വാർന്ന നിങ്ങളെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഞാൻ നിങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുമായിരുന്നു. പെണ്ണ് കേസിൽപ്പെട്ട് ഒരാളും ജാമ്യത്തിലില്ലാതെ അകത്തു പോകുമെന്ന് ഉറപ്പായ വിക്രമേട്ടനെ വക്കീലിനെ വെച്ച് പുറത്തിറക്കിയപ്പോൾ ഞാൻ നിങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുമായിരുന്നു അല്ലേ? ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. വിക്രമേട്ടനെ എങ്ങനെ ഉദ്ദേശിച്ചാലും ശരി, നിങ്ങൾ വീട് പൂട്ടിയിട്ട് ഫോൺ ഓഫ് ചെയ്ത് അവിടെ വീട്ടിൽ കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്ത് നെട്ടോട്ട് ഓടുമായിരുന്നു. എനിക്കുണ്ടായിരുന്ന ഒരേ ഒരു ജീവിതമാർഗമായിരുന്ന ഓട്ടോ ഫിനാൻസുകാർ കൊണ്ടുപോയി. അതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഞാൻ എത്ര തവണ വിളിച്ചു എന്നറിയാവോ? പക്ഷേ ഫോൺ ഉണ്ടായിരുന്നില്ല, ഫോൺ എൻ്റെ കയ്യിലില്ലായിരുന്നു എന്ന് വിക്രം പറഞ്ഞു. പച്ചക്കള്ളം. അവളുമായിട്ട് സഹവാസം കൊണ്ട് നുണ പറയാനും പഠിച്ചു അല്ലേ? നന്ദിനി അടുത്തിൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ തിരിച്ചു വന്നപ്പോൾ നിങ്ങൾ അവളെയും കോരിയെടുത്ത് വട്ടം കറങ്ങുകയാണെന്ന് ഞാൻ അറിഞ്ഞു. നീ വെറുതെ സിറ്റുവേഷൻ ഇടയാ സംസാരിക്കല്ലേ രാധേ? എന്ത് സിറ്റുവേഷൻ വിക്രമേട്ടാ? അടച്ചിട്ട വീട്ടിൽ അവളെയും കോരിയെടുത്ത് വട്ടം കറങ്ങുന്നതിന് വേറൊരു സിറ്റുവേഷനും ഇല്ല. അതെ, ഞാൻ അവളുമായിട്ട് ഡുവറ്റ് പാടി രസിക്കായിരുന്നു, അതെൻ്റെ ഇഷ്ടം. നീ ആരടി അന്വേഷിക്കാൻ? അവൾ എൻ്റെ ഭാര്യയാണ്, മനസ്സിലായോ നിനക്ക്? അവളോടൊപ്പം ഞാൻ അടച്ചിട്ട വീട്ടിലോ തുറസായ റോഡിലോ ഒക്കെ പോയിരിക്കും, അതെൻ്റെ ഇഷ്ടം. പിന്നെ അത് ചോദിക്കാൻ നിനക്ക് യാതൊരു അധികാരവുമില്ല.
മനസ്സിലായോ? നിനക്ക് ചിലവായ പണം നിനക്ക് വേണമെങ്കിൽ നീ പറയണം. ഇമ്മാതിരി കണ്ണീർ മാലയായിട്ട് റോട്ടിൽ തടയാൻ നിന്നേക്കരുത്. ഓഹോ, അപ്പോൾ നിങ്ങൾ അങ്ങനെയാണോ അതിനെ മനസ്സിലാക്കിയത്? അതെ, ആർക്ക് വേണം നിങ്ങളുടെ പണം? എനിക്ക് ഇനി ആ കാശുമായിട്ട് എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ മുഖത്തേക്ക് വലിച്ചെറിയും. അതെ, എനിക്കറിയാവുന്ന ഒരു വിക്രം സുധാകരൻ ഉണ്ടായിരുന്നു. പക്ഷേ അയാൾക്ക് വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത്. ഇനി അങ്ങനെയല്ല. അല്ലാതെ ഇപ്പം എന്നെ മുന്നിൽ നിന്ന് സ്വയം ന്യായീകരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല എന്ന് പറഞ്ഞു രാധ. ദേ വിക്രമേട്ടാ, ദേ ഒരു കാര്യം പറയട്ടെ, എന്തും വെച്ച് കളിക്കാം, പക്ഷേ ഒരാളുടെ ഫീലിങ്സ് വെച്ച് കളിക്കരുത്. അങ്ങനെ കളിച്ചാൽ നാളെ അതിനുള്ള തിരിച്ചടി താങ്ങാൻ പറ്റണം എന്നില്ല, മനസ്സിലായോ? അത് ഓർത്തോ എന്ന് പറഞ്ഞ് രാധ സങ്കടപ്പെട്ട് രാധ അങ്ങ് പോയി. പിന്നെ കാണുന്നത് വേദേനെയാണ്. അപ്പോൾ വേദ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ നമ്മുടെ കമല അങ്ങോട്ടേക്ക് വന്നു. മോളെ എന്ന് വിളിച്ചു കേട്ടോ. എന്താ അമ്മേ എന്ന് ചോദിച്ചാൽ വേഗം എഴുന്നേറ്റു. നല്ല വേദനയുണ്ടോ മോളെ എന്ന് ചോദിച്ചപ്പം ഒരുമാതിരി കുത്തി പറിക്കുന്നത് പോലെ. സത്യത്തിൽ ഞാൻ വിക്രത്തിനെ ഒന്നും രണ്ടും പറഞ്ഞ് ചൂടാക്കിയതാ. അടിക്കാൻ വന്നപ്പോൾ ഞാൻ ഓടി. അപ്പോൾ ദേണ്ട കിടക്കുന്നു, അടിച്ചു തല്ലി നിലത്ത് കിടക്കുക. അവൻ അടിക്കാൻ വന്നോ? അയ്യോ അമ്മേ, അങ്ങനെ സീരിയസ് ആയിട്ടൊന്നും അല്ല, തമാശയ്ക്ക്. വന്നു കയറിയ സമയത്ത് നിന്നെയും തൂക്കിയെടുത്ത് നിൽക്കുന്ന കണ്ടപ്പോൾ ഞാൻ കരുതി നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്ന്. ഞങ്ങൾ തമ്മിൽ അതിന് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അമ്മേ. പക്ഷേ സാധാരണഗതിയിലുള്ളൊരു അടുപ്പമില്ലല്ലോ, അതിപ്പോഴും ആയിട്ടില്ല അമ്മേ എന്ന് പറഞ്ഞു. എന്ത് ചെയ്യാനാ, സാധാരണഗതിയിലുള്ള ഒരു ദാമ്പത്യം അല്ലല്ലോ അമ്മേ ഞങ്ങളുടേത്. അതായി വരണം, കുറച്ച് സമയം പിടിക്കും. മുറി പൂട്ടിക്കിടക്കുമ്പോൾ ഞങ്ങൾ അകത്തുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. ഞങ്ങൾ അകത്തുണ്ടെന്ന് ഓർക്കാതെ അച്ഛൻ 2 വാതിലും പൂട്ടിപ്പോവെന്ന് ഞാനും ഓർത്തില്ല. എന്നിട്ട് വേദന ഇങ്ങനെ, എൻ്റെ അമ്മോ മോളെ നല്ല വേദനയുണ്ടോ? ഇടയ്ക്ക് കുത്തുന്ന പോലെ ഒരു വേദന. ഇനി എല്ലിന് വല്ല പൊട്ടല് സംഭവിച്ചിട്ടുണ്ടാവുമോ? അങ്ങനെയാണെങ്കിൽ നീര് വെച്ചേനെ. ഇതതിനൊന്നും അല്ല. ശരിക്കും പറഞ്ഞാൽ അത് വല്ല ഞരമ്പ് പിടച്ചതായിരിക്കും. നീരുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അച്ഛൻ്റെ കൊട്ടൻ ചുക്കാതി തൈലം തൂത്ത് ചൂട് പിടിച്ചാൽ മതി. നീരുണ്ടെങ്കിൽ ചൂട് പിടിക്കില്ലെന്നല്ലേ, അതിനെന്താ, നീരില്ലല്ലോ എന്ന് പറഞ്ഞു കമല. അതെ മോളെ എന്ന് വിളിച്ചോ. നീ എന്തിനാ ഇവിടെ കിടക്കുന്നത്? വാ അകത്ത് എന്ന് കിടക്കാം, വാ അമ്മ പിടിക്കാം. വേണ്ടമ്മേ, ഞാൻ ഇവിടെ കിടന്നോളാം എന്ന് പറഞ്ഞ് രാധ വാശി പിടിച്ച് അവിടെ തന്നെ കിടക്കുകയാണ്. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ശങ്കർ നാരായണൻ്റെ വീട്ടിലാണ്. അപ്പോൾ എന്തോ പണിയിലാണ് ശ്രീകാന്ത്. ഹർഷ ഭയങ്കര സ്നേഹമൊക്കെ കൂടി അങ്ങോട്ടേക്ക് ചായയൊക്കെ ആയിട്ട് ചെന്നു. ശ്രീകാന്തിൻ്റെ അടുത്ത് ചേർന്നൊക്കെ ഇരിക്കുക. എന്തോ കാര്യം സാധിക്കാനുണ്ടല്ലോ. ഒന്നുമില്ല, ഞാൻ പോയേക്കാം എന്ന് പറഞ്ഞു. ഇവിടെ ഇരിക്കുക, എന്താ കാര്യമെന്ന് പറ. അതെ, എനിക്കാണെങ്കിൽ ഒരു സമാധാനവും ഇല്ല. എന്ത് പറ്റിയാവോ, പ്രശ്നം എന്താ എന്ന് ചോദിച്ചു. അല്ല, ഞാനേ ഇന്നൊരു സ്വപ്നം കണ്ടു. അതാണോ ഇപ്പം നിൻ്റെ പ്രശ്നം? സ്വപ്നം കണ്ടത് അതല്ലെന്നേ, നല്ല സ്വപ്നം അല്ല ഞാൻ കണ്ടത്. പിന്നെ ഇവിടുത്തെ അച്ഛന് മരിച്ചു കിടക്കുന്നു. അച്ഛൻ മരിച്ചതായിട്ടാണ് സ്വപ്നം കണ്ടത്. നിൻ്റെ അച്ഛനോ? അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. എൻ്റെ അല്ല, ഇവിടുത്തെ. പക്ഷേ നീ ആരോട് എന്താ സംസാരിക്കുന്നത് നിനക്കറിയോ? ഞാൻ സ്വപ്നം കണ്ട കാര്യമാണ് ശ്രീയേട്ടാ പറഞ്ഞത്. അതിന് ശ്രീയേട്ടനോടല്ലാതെ പിന്നെ ആരോടാ പറയുക? ഞാൻ ആദ്യം സദ്യ കഴിക്കുന്നത് കുറേ ദിവസമായിട്ട് സ്വപ്നം കാണുന്നത്. നിങ്ങളുടെ അച്ഛനാണെങ്കിൽ 2 പ്രാവശ്യത്തെ അറ്റാക്കൊക്കെ കഴിഞ്ഞിരിക്കുകയല്ലേ. അങ്ങനെ കഴിക്കുന്നത് കണ്ട ആര് മരണം സംഭവിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ നീ ചുമ്മാ ആവശ്യമില്ലാത്ത വർത്തമാനം പറയല്ലേ. അച്ഛൻ ഒരു കുഴപ്പമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ആവശ്യത്തിന് വേണ്ട ട്രീറ്റ്മെൻ്റ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ. ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ 2 പ്രാവശ്യവും അച്ഛൻ വീഴാൻ കാരണം ആരാ? ആ വേദയല്ലേ. അത് നീ ഇനിയിപ്പോൾ പറയേണ്ട കാര്യമൊന്നുമില്ല. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ആണ്, പക്ഷേങ്കിൽ അത് കാരണമല്ലേ അച്ഛൻ വീണത്. ഇനിയും നമ്മൾ മരുന്ന് കൊടുത്തിട്ട് എന്താ കാര്യം? ആ ടെൻഷൻ തീരുന്നില്ലല്ലോ. നീ എന്താ വർഷ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു. അല്ല, ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചാലേ, ഞാനിപ്പോൾ അച്ഛനെ വിളിച്ചിരുന്നു. അപ്പോൾ അച്ഛൻ പറയുക കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ട് വെക്കണം എന്ന്. നമ്മുടെ ബിസിനസ്സിൻ്റെ കാര്യം കേട്ടോ ശ്രീയേട്ടാ ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ബിസിനസ്സിൻ്റെ ഇപ്പം അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചു എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ അങ്ങനെ വന്നാൽ നിങ്ങൾ 3 മക്കൾക്കും തുല്യമായിട്ടല്ലേ എല്ലാം വീതിക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പിന്നെ കമ്പനി അച്ഛൻ്റെ പേരിലല്ലല്ലോ, അതിന് അമ്മയുടെ പേരിലല്ലേ എന്ന് ശ്രീ ചോദിക്കുകയാണ്. അതെ, എങ്കിലും ഇപ്പോൾ റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് കമ്പനി നോക്കി നടത്താനായിട്ട് അച്ഛൻ തലപ്പത്തേക്ക് വന്നു എന്നിരിക്കട്ടെ, അപ്പോഴും നിങ്ങളുടെ 3 പേരുടെയും പേർക്കായിരിക്കും കിട്ടുക. അതാ ഞാൻ ഉദ്ദേശിച്ചത്. അതിനിപ്പോൾ എന്ത് ചെയ്യണമെന്നാ? അതിനു മുൻപ് തന്നെ ശ്രീയേട്ടനെ എല്ലാം കിട്ടിയിരിക്കണം, അതാ ഉദ്ദേശിച്ചത്. അതിന് ഞാൻ തന്നെയാണല്ലോ ഇപ്പം നോക്കി നടത്തുന്നത്. അത് പോരാ, ആ ഡോക്യുമെൻറ്റ്സ് സഹിതം ശ്രീയേട്ടൻ്റെ പേരിൽ കിട്ടണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓ അതാണോ? അത് അച്ഛൻ സമ്മതിക്കുമോ?
സമ്മതിച്ചില്ലെങ്കിൽ സമ്മതിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യണം. ഇനിയിപ്പം അതിനച്ഛൻ സമ്മതിച്ചില്ലെങ്കിൽ അച്ഛൻ്റെ മനസ്സിൽ മറ്റെന്തോ ഒരു കാര്യമുണ്ട് എന്ന് വേണം നമ്മൾ കരുതാൻ എന്നൊക്കെ പറഞ്ഞ് വർഷ ശ്രീകാന്തിനെ പോയി പിരികയറ്റുകയാണ് കേട്ടോ. അപ്പം അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സി യു.